ഖജുരാഹോ. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ഖജുരാഹോ. ഏഴ്. 1985 സെപ്റ്റംബർ 14. ഈ ദിനം മറക്കാനാവില്ല. നിന്റെ ഓർമ്മകളും. ചില ദിവസങ്ങൾ, അവ സമ്മാനിച്ച ചിത്രങ്ങൾ എന്നേക്കും വേണ്ടിയുള്ളതാണ്. ജീവിതാവസാനം വരെ എന്നും ഏതു നിമിഷവും പുറത്തെടുക്കാൻ, ഓമനിക്കാൻ സർവശക്തനായ ജഗന്യന്താവ് കനിഞ്ഞരുളിയ നിധിപേടകങ്ങൾ. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് നീ? എന്താണ് പേര്? ആരുടെ മകൾ? ഭാര്യ? വിവാഹിതയായി കൂടുന്നില്ലല്ലോ. ആയാലും അല്ലെങ്കിലും എനിക്കൊന്നുമില്ല. കൃത്യമായി പറയാൻ നിന്റെ മുഖം പോലും എനിക്കോർമ്മയില്ലല്ലോ. അല്ലെങ്കിൽ അത് ഫോക്കസിൽ വന്നിരുന്നുവോ? ഒപ്പമുണ്ടായിരുന്ന, അങ്ങനെ പറയാമെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എപ്പോഴാണ് നാം അത്ര അടുത്തു കണ്ടത്, ശ്രദ്ധിച്ചത്? കണ്ടപ്പോൾ തന്നെ നാം മുഖത്തോട് മുഖം നോക്കിയിരുന്നുവോ? കണ്ണുകൾ കോർത്തിരുന്നുവോ? ഒരു സാന്നിധ്യം, ഒരു നിറവ്, ഒരു തിരിച്ചറിവ്. അന്യോന്യം ആവേശിക്കുന്നുവെന്ന, പ്രവഹിക്കുന്നുവെന്ന ഒരു തോന്നൽ. അത്രയുമല്ലേ ഉണ്ടായത്? അത്രമാത്രമല്ലേ ഉണ്ടായത്? ആരാണ് നീ? എന്താണ് പേര്? ആരുടെ മകൾ? ഭാര്യ ആണെങ്കിൽ, അമ്മ? അതും ആരായാലെന്ത്? 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 ചില ഫ്ലാഷുകൾ, ഒരു നിമിഷത്തിൻ്റെ ആയിരമൊരംശത്തിൽ പൊലിഞ്ഞു മറയുന്ന ചില നോട്ടങ്ങൾ. ചില ബന്ധങ്ങൾ പൂർണ്ണമാവാൻ അത്രയല്ലേ വേണ്ടൂ? അത്രയല്ലേ വേണ്ടൂ? അത്രയല്ലേ, അത്രമാത്രമല്ലേ വേണ്ടൂ? ആദ്യം കോട്ടയുടെ പ്രധാന വാതിൽ കടന്ന് ഉള്ളിലേക്ക് കടന്നപ്പോഴായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ 4 പേർ. ഇൻ ചെയ്ത് തോളിലേക്ക് വലിച്ചു കെട്ടിയ പാൻസ് ധരിച്ച ഓമനത്തമുള്ള ഒരു കുട്ടിയും. പുതുതായി ചെത്തിയുണ്ടാക്കിയ വഴിയുടെ ഇടതുഭാഗത്തുള്ള അർദ്ധവൃത്തത്തിൽ. അറിഞ്ഞില്ല, കണ്ടില്ല, ആരെയും ശ്രദ്ധിച്ചില്ല. വർണ്ണങ്ങളുടെ, ആഹ്ലാദങ്ങളുടെ, കൗതുകങ്ങളുടെ ഒരു കടലിരമ്പ്. പിന്നീട് കൊത്തളത്തിൽ നിന്ന് നോക്കുമ്പോൾ നീ മുന്നിൽ. സാരി ഇളം മഞ്ഞ, വെള്ളി അലുക്കുകൾ. കൗതുകമില്ലെന്ന് ഭാവിച്ചു. എങ്കിലും മുകളിൽ വന്നു. എത്ര നേരം, എത്ര നേരം! കടലിനു നേർക്കായിരുന്നു ഞാൻ. മനസ്സു നിന്നില്ല. ഓളങ്ങൾ, പൊട്ടിച്ചിരികൾ. ഒരിക്കലെങ്കിലും നീ കൂട്ടം തെറ്റിയോ? എങ്കിലും ആരെയും പോകാൻ വിട്ടില്ല. അദൃശ്യവലയം തീർത്തു നിന്നു. ഇത്രയും കാഴ്ച മറ്റെവിടെയുമില്ലെന്ന്, ഇത്രയും കാഴ്ച മറ്റെവിടെയുമില്ലെന്ന്. കിഴക്കുഭാഗത്തുള്ള കനാലിലേക്ക് മുഖം തിരിച്ചപ്പോൾ, ഇല്ല, നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് സമ്മതിച്ചു തരാം. എങ്കിലും പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചത് കവിൾത്തടങ്ങളിൽ തങ്ങി നിന്ന നിലാപ്പാതി. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കടൽക്കരയിലായിരുന്നു നിങ്ങൾ. വെയിൽ ചാഞ്ഞു തുടങ്ങിയത് നിന്നെ വിഷമിപ്പിച്ചുവെന്ന് തോന്നി. 1-2 പ്രാവശ്യം മുൻപോട്ട് നടന്നു, മടങ്ങി വന്നു.
ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മ്ലാനവദനയായിരുന്നു. ഒന്നും സംസാരിച്ചില്ല. നിന്റെ മൗനം കൂടെയുള്ളവരും ഏറ്റുവാങ്ങി. വാഹനങ്ങൾ എത്രയോ കടന്നുപോയിക്കൊണ്ടിരുന്നു. നീ നിശ്ചലയായി നിന്നു. അദൃശ്യമായ കടിഞ്ഞാണുകൾ കൊണ്ട് കൂടെയുള്ളവരെയും നിശ്ചലരാക്കി. കാലസ്ഥലികൾ സാലഭഞ്ജികകളെ പോലെ നിന്റെ മുന്നിൽ താലമെടുത്തു നിന്നു. എപ്പോഴോ നീ മുന്നിൽ വന്ന് പോകട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ധ്യാനത്തിലായിരുന്നു. അനുമതി നൽകിയിരുന്നിരിക്കണം. പ്രിയപ്പെട്ടവളെ, എനിക്ക് പ്രണയമില്ല. കണ്ണീർ കടലുകൾ നീന്തിക്കടന്നവനാണ് ഞാൻ. പ്രണയം വറ്റിപ്പോയിരിക്കുന്നു. നിന്നെ സാന്ത്വനിപ്പിക്കാനാണ് സഹയാത്രികനായത്, കൂടെ നടന്നത്, ധ്യാനനിരതനായി അനുഗമിച്ചത്, പോകാൻ അനുമതി തന്നത്. പ്രിയപ്പെട്ടവളെ, നാം ഇനി കണ്ടേക്കില്ല. കണ്ടാലും തിരിച്ചറിഞ്ഞുവെന്ന് വരില്ല. അവനവൻ്റെ കർമ്മങ്ങൾ, വ്യഗ്രതകൾ, തിരക്കുകൾ. എങ്കിലും പ്രിയപ്പെട്ടവളെ, ഈ ദിനം നിത്യമാണ്. 1985 സെപ്റ്റംബർ 14. ഇന്ന് ജ്വലിച്ചു നിന്ന സൂര്യൻ, നമ്മുടേത് മാത്രമായിരുന്ന കുറേ നിമിഷങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രസരിച്ച വൈദ്യുതി, നിലാവ്, പൂനിലാവ്. പ്രിയപ്പെട്ടവളെ, ഇത് നിത്യമാണ്, നിത്യമാണ്, നിത്യമാണ്. എട്ട് 1985 സെപ്റ്റംബർ 15. നമ്മൾ ആരെയെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പല വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാവുന്ന ഒരു വിഷയമാണിത്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ അസ്തിത്വ സംബന്ധമായ മൗലിക സംശയങ്ങൾക്കൊന്നും ഒറ്റ വാക്കിലോ ഏതാനും വാക്കുകളിലോ പറഞ്ഞു വയ്ക്കാവുന്ന ലളിതമായ ഉത്തരങ്ങളില്ല എന്നതാണ് ഇത് സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഓർമ്മിക്കേണ്ടുന്ന വസ്തുതകളിലൊന്ന്. അവയെ സനാതനമായ ഒരു മൂല്യബോധത്തോട് ചേർത്തുവെച്ച് ആലോചിക്കുമ്പോൾ ഒഴികെ. സനാതനമായ ഒരു ഉണ്മയെ അംഗീകരിച്ചുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങുമ്പോഴാകട്ടെ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പ്രായേണ ലഘുവും ലളിതവും അനായാസേന ഉത്തരം കണ്ടെത്താവുന്നതുമാണെന്ന് തോന്നാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ ശാശ്വതമായ ഒരു ഉണ്മയെക്കുറിച്ചുള്ള അചഞ്ചലമായ ഇങ്ങനെയൊരു ബോധം മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലുടനീളം അപൂർവം വ്യക്തികളിൽ മാത്രമാണ് സ്വായത്തമായി കാണുന്നത്. അവരെയാകട്ടെ നാം വിശുദ്ധരെന്നോ പ്രവാചകരെന്നോ ഒക്കെ നാമകരണം ചെയ്ത് സാധാരണ ജീവിതത്തിൽ അനുകരിക്കാനോ പകർത്തുവാനോ ആവാത്ത വിധം അനഭിഗമ്യ വിശുദ്ധിയാർന്നതാണ് അവരുടെ ചെയ്തികൾ എന്ന് വിലയിരുത്തി നമ്മുടെ നിത്യവ്യവഹാരങ്ങളുടെ ലോകത്തു നിന്ന് വേലികെട്ടി ഒഴിവാക്കുകയും ചെയ്യും. കഥയുടെ കഥയില്ലായ്മ. 26. ആശ്രമാന്തികത്തിൽ തപതിയിലേക്കിറങ്ങി അവസാനിക്കുന്ന ശിലാചത്തുരത്തിൻ്റെ നെറുകയിലിരിക്കുമ്പോൾ മനസ്സിനെ ശൂന്യതയിൽ ലയിപ്പിച്ച് സ്വസ്ഥതയാർജിക്കുന്നതിൻ്റെ ശാസ്ത്രവിധികളെക്കുറിച്ചാണ് ചിലകൻ ആലോചിച്ചിരുന്നത്. ധ്യാനം നിത്യചര്യകളിൽ ഒന്നായിരുന്നുവെങ്കിലും അതിൻ്റെ ആശ്രയങ്ങൾ അനന്തവിചിത്രമാണെന്ന് ഇതിനകം അയാൾ അറിഞ്ഞുകഴിഞ്ഞിരുന്നു. ശാസ്ത്രവിധി പ്രകാരമുള്ള ശിക്ഷണത്തെ പാഠം എന്നാണ് പൊതുവെ വ്യവഹരിച്ചിരുന്നതെങ്കിലും വ്യക്തിപാഠങ്ങൾ കൂടി ചേർത്തു വിശേഷപ്പെടുത്താതെ ഒരു പാഠത്തിനും നിലനിൽക്കാനാവില്ലെന്ന ദാൽഭ്യൻ്റെ നിലപാടിനോട് അയാൾക്കും യോജിപ്പായിരുന്നു. സാമഗാനത്തിൻ്റെ പൂർണ്ണതയെന്ത് എന്നതാണ് തങ്ങളുടെ സമാഗമങ്ങളിൽ
അവസാനം ചർച്ച ചെയ്യപ്പെട്ട വിഷയം. സാമത്തിൻ്റെ ആശ്രയം ഋക്ക് എന്ന വാക്കും, വാക്കിൻ്റെ ആശ്രയം പ്രാണനും, പ്രാണന്റെ ആശ്രയം അന്നവും, അന്നത്തിൻ്റെ ആശ്രയം ജലവും, ജലത്തിൻ്റെ ആശ്രയം ഉപരിലോകമായ സ്വർഗവും ആണെന്ന കാര്യത്തിൽ തങ്ങൾ ഇരുവരും പരസ്പരവും ജീവലപുത്രനായ പ്രവാഹണനും യോജിച്ചു. പക്ഷേ സ്വർഗത്തിനപ്പുറം സാമത്തെ കൊണ്ടുപോകാനാവില്ലെന്നും അതിൻ്റെ ആവശ്യമില്ലെന്നും ദാൽഭ്യൻ പറഞ്ഞതോടെ തങ്ങൾക്ക് സംശയമായി. സ്വർഗപ്രാപ്തിക്ക് അടിസ്ഥാനം ഈ ലോകത്തിലെ കർമ്മങ്ങൾ തന്നെയാകയാൽ ഈ ലോകത്തിലെ പ്രവൃത്തികളിൽ തന്നെയാണ് സാമത്തിൻ്റെ പൂർണ്ണതയെന്ന് താനും, ഈ ലോകമുണ്ടായത് ആകാശത്തിൽ നിന്നാകയാൽ സാമം ആകാശം പോലെ അനന്തമാണെന്ന് പ്രവാഹണനും വാദിച്ചു. പൂജാകർമ്മങ്ങൾക്ക് സമയമായതിനാൽ ആ ചർച്ച അന്നവിടെ അവസാനിച്ചു. എന്നാലും എത്ര ചർച്ച ചെയ്താലും അവസാനിക്കാത്ത വിഷയമാണതെന്ന് ഇതിനകം തങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. പരസ്പരം പൂരിപ്പിക്കാനും ആശ്രയമായിരിക്കാനും ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൂവരും പിരിഞ്ഞു. 27. സഹപാഠികൾ ആശ്രമവാസികളായതുകൊണ്ട് അവർ തപതിയെപ്പോലെ നൈർമല്യമുള്ളവരാണെന്ന് തോന്നാറുണ്ടെങ്കിലും ഉപമയും ഉൽപ്രേക്ഷയുമൊക്കെ കവിതയിൽ മാത്രം മതിയെന്നാണ് അവസാനം തീരുമാനിച്ചത്. എത്രയൊക്കെ ആയാലും മനുഷ്യൻ മനുഷ്യനാണ്. മനുഷ്യർക്ക് പൊതുവേ എന്നത് പോയിട്ട് അടുത്തറിയുന്നവർക്ക് പോലും ഒരേ ആവൃത്തിയിൽ സഞ്ചരിക്കാൻ കഴിയാറില്ല. 28. ദാൽഭ്യൻ കവിയാണ്. സ്വർഗം നിത്യമായ ഒരു ലോകമാണെന്നാണ് അയാൾ കരുതുന്നത്. നന്മയുള്ളവർ മരിച്ച് സ്വർഗത്തിലെത്തുമത്രേ. യഥാർത്ഥത്തിൽ സ്വർഗം ഉണ്ടെന്നതിനോ ഉണ്ടെങ്കിൽ തന്നെ അത് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരിടത്താണെന്നതിനോ തെളിവൊന്നുമില്ല. ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞാലും ആരാണ് സ്വർഗത്തിലെത്തിയതിന് ശേഷം തെളിവ് നൽകിയത്? 29. ശ്രാവസ്തി ഹൃദ്യമായ അനുഭവങ്ങൾ നൽകി. സന്ധ്യകളിൽ കടൽക്കരയിൽ പോയി. കടൽ ഒരു മഹാത്ഭുതമാണെന്നറിഞ്ഞു. ഏത് വ്യാഖ്യാനത്തെയും അതിലംഘിക്കുന്ന ഒന്ന്. ഇളം ചൂട് മണൽപ്പരപ്പ്, കക്കകൾ, വർണ്ണക്കല്ലുകൾ, കൊച്ചുകളുടെയും നക്ഷത്രജനുസ്സുകളുടെയും തോടുകൾ, ജലാരണ്യം. 30. കടൽക്കരയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും കനകയുടെ ഹൃദ്യരൂപം ഉള്ളിൽ വന്നു. പ്രകാശിക്കുന്ന കണ്ണുകൾ, പ്രകാശിക്കുന്ന കവിൾത്തടങ്ങൾ, പ്രകാശം പരത്തുന്ന മുഖം. ഗുരുപുത്രിയാണെങ്കിലും ഗുരുജി അവളെ ആശ്രമജീവിയായി കണ്ടില്ല. ലോകത്തിന് മുതൽക്കൂട്ടാവട്ടെ എന്ന് തീരുമാനിച്ചു. ഗണിതവും കലാശിക്ഷണവും നൽകി. നിർമ്മല മനസ്സിൽ കലാശാസ്ത്രങ്ങൾ വെൺമതിലിൽ വർണ്ണചിത്രങ്ങൾ പോലെ ശോഭിച്ചു. 31. നിശബ്ദതയിലൂടെയാണ് സംവദിച്ചത്. ഒരിക്കലും ഒന്നും നേരിട്ട് സംസാരിച്ചില്ല. ഒരിക്കലും ഒന്നും. തപതിയിൽ നിന്ന് ജലമെടുക്കുകയോ ഹവനാദികളിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ മുഖത്തു പോലും നോക്കാതിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അടുത്തു വരുമ്പോൾ നെഞ്ചിടിപ്പുയരുന്നത് പരസ്പരം അറിഞ്ഞു. 32. ആകാശം നമ്മെ ചിന്തിപ്പിക്കുന്നതെന്ത്? ഗുരുവിൻ്റെ ചോദ്യം നിശബ്ദത പരത്തി. ആരാണ് മറുപടി പറയേണ്ടത്? എന്ത്? എങ്ങനെ? എന്തിന്? ആരും മറുപടി പറഞ്ഞില്ല. ആ ചോദ്യം കാലങ്ങളിലൂടെ സഞ്ചരിച്ചു. 33. ശിലകൻ
നീ ആ ചോദ്യത്തിന് ഉത്തരം പറയാത്തതെന്ത്? എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല കനകം. എങ്കിലും ശ്രമിച്ചു നോക്കാത്തതെന്ത്? അതിലർത്ഥമില്ല. ആ ചോദ്യത്തിന് ഉത്തരമില്ലെന്നാണ് തോന്നുന്നത്. ആകാശത്തിൻ്റെ അനന്തത അവരെ വിസ്മയിപ്പിച്ചു. ആ വിസ്മയം ജീവിതത്തിലുടനീളം അവരെ പിന്തുടർന്നു.